ദേശാഭിമാനി വാരാന്ത പതിപ്പ് വൈകിയതുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയൻ. വാരാന്ത പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് നൽകിയതിൽ പ്രശ്നമില്ലായിരുന്നു. ഏറ്റവും അനുയോജ്യമായ തലക്കെട്ടാണ് നൽകിയത്. ലേഖനത്തിൽ പാർട്ടി വിരുദ്ധതയില്ലെന്നും കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയിൽ പറയുന്നു. ആന്റണി ജി ജോർജിന്റെ വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഇപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നോട്ടീസിന് വാരാന്ത പതിപ്പിന്റെ എഡിറ്റർ മറുപടി നൽകിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അതായത് ഞായറാഴ്ച നൽകേണ്ട വാരാന്ത്യ പതിപ്പിൽ ഒരു ലേഖനം, അത് ഇന്നലത്തെ ആ വാരാന്ത്യ പതിപ്പ് എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പ് അടങ്ങിയ വാരാന്ത്യ പതിപ്പാണ്. ആ വാരാന്ത്യ പതിപ്പിന്റെ 2-ാം പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു നാടക പ്രവർത്തകനെ കുറിച്ച്, തിരുവനന്തപുരത്തുള്ള ഒരു നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ഒരു ലേഖനം ഉൾപ്പെടുത്തിയിരുന്നു. ആ തലക്കെട്ടിനെ ചൊല്ലി ചില തർക്കങ്ങൾ ഈ ദേശാഭിമാനിയിലെ ഈ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്ററും മറ്റ് അംഗങ്ങളും തമ്മിൽ ഉണ്ടാവുകയും പിന്നീട് ആ വാരാന്ത്യ പതിപ്പിന്റെ വിതരണം നിർത്തിവെക്കുകയുമാണ് ചെയ്തത്. ഇത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ VSന്റെ ലേഖനം അടങ്ങിയ ആ ഒരു വാരാന്ത്യ പതിപ്പ് വിതരണം നിർത്തിയത് അത്തരത്തിലുള്ള, അല്ലെങ്കിൽ VSന്റെ ലേഖനം ഉൾപ്പെടുത്തിയത് കൊണ്ട് ഒഴിവാക്കി എന്നുള്ള വ്യാഖ്യാനങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഇക്കാര്യത്തിലൊരു വിശദീകരണം വരുന്നത്. ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് ഈ വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കാൻ കാരണമെന്നുള്ള നിലയിലേക്ക് വരികയും ചെയ്യുന്നത്. ഏതായാലും അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് ഈ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്ററായ KR അജയന് ദേശാഭിമാനി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. വൈകിട്ട് 4 മണിക്ക് മുമ്പ് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണമെന്നായിരുന്നു ഈ നോട്ടീസിലുണ്ടായിരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KR അജയൻ നോട്ടീസിന് മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ നോട്ടീസ്, ഈ കള്ളൻ വിജയൻ എന്ന് ആ ലേഖനത്തിന് തലക്കെട്ട് നൽകിയത് അതിലൊരു പ്രശ്നവുമില്ല. ഏറ്റവും അനുയോജ്യമായ തലക്കെട്ട് തന്നെയാണ് അതിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ലേഖനത്തിൽ ഒരു പാർട്ടി വിരുദ്ധതയുമില്ല. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും താൻ തയ്യാറാണ് എന്നുള്ള മറുപടിയാണിപ്പോൾ KR അജയൻ ദേശാഭിമാനിക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ നാടക പ്രവർത്തകനെ പൊതുവെ നാട്ടുകാരൊക്കെ വിളിക്കുന്നത് കള്ളൻ വിജയൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ അത്തരത്തിൽ വിളിക്കുന്ന, നാട്ടുകാരടക്കം വിളിക്കുന്ന ഒരു പേരാണത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കള്ളൻ വിജയൻ എന്നുള്ള പേര് ആ തലക്കെട്ടിന് നൽകിയിരിക്കുന്നത്. ഏതായാലും അത്തരമൊരു വിശദീകരണം, ഈ തലക്കെട്ടിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, അതിൽ അനുയോജ്യമായ തലക്കെട്ട് തന്നെയാണ് നൽകിയത്, പാർട്ടി വിരുദ്ധത ഉണ്ടായിട്ടില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. ഏതായാലും വലിയ വിവാദം ഇതിനെ തുടർന്ന് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഏതായാലും അതിന് പിന്നാലെ ഇന്നിപ്പോൾ ആ ലേഖനം ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ആ വാരാന്ത്യ പതിപ്പ് ഇന്നത്തെ പത്രത്തോടൊപ്പം ദേശാഭിമാനി വിതരണം ചെയ്തിരുന്നു. അതിൽ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരൻ എഴുതിയ ലേഖനമടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടുകൂടിയ നാടക പ്രവർത്തകനെ സംബന്ധിച്ചുള്ള ലേഖനം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ വിവാദത്തിൽ ഒരു മറുപടി വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്റർ ദേശാഭിമാനിക്ക് നൽകിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.